സന്തോഷായടാ, പൊളിച്ചു നീയൊക്കെ. ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ച പോലെ ആശ്വാസം. ഞാൻ ആ പാവം കളക്ടറെ ഇളക്കി വിട്ട് ഞാനാണ് പറഞ്ഞത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുക. കാരണം എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കാനുള്ള അടവായിരുന്നത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെ, ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ കൂട്ടുകാരത്തി ലിഞ്ചു, ഇവിടുത്തെ ഹിന്ദി ടീച്ചറാണ്, എൻ്റെ കൂടെ മഹാരാഷ്ട്രയിൽ പഠിച്ച ആളാണ്. ലിഞ്ചു എന്നോട് പറഞ്ഞത് ചെറിയൊരു സ്കൂളാണ്, നീ ഒന്ന് വരണം എന്നാണ് പറഞ്ഞത്. ഇതാണ് ലിഞ്ചു ചെറിയ സ്കൂള്, ഇതല്ലേ വലിയ സ്കൂള്. അപ്പോ ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്കൂളിലെ വലിപ്പം കണ്ടത്, ഇവിടുത്തെ പ്രിൻസിപ്പാൾ നമ്മളോട് പെരുമാറിയ രീതികൾ കണ്ടത്. വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ സത്യം പറയാലോ, ഞാനിവിടെ എൻ്റെ കൂടെ സബ് കളക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ നല്ല പേടിച്ചാണ് നിന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടേക്കണ മമ്മൂക്കേനെയും സുരേഷ് ഗോപിനെയൊക്കെ ആണല്ലോ, ഞാൻ അതേപോലെയാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഒരു പാവ കളക്ടർ, സന്തോഷമായി കണ്ടപ്പോൾ. പിന്നെ ഇവിടെ ശരിക്കും എന്നെപ്പറ്റി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഗൂഗിളിൽ നിന്ന് കിട്ടിയ കാര്യവും ഗൂഗിൾ അമ്മിച്ച് പറഞ്ഞു കൊടുത്ത കാര്യമൊക്കെ ഇവിടെ വായിച്ചു. സിനിമാക്കാരനാണെന്ന് പറഞ്ഞ് വായിച്ചു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ആദ്യം തന്നെ കളക്ടർ അല്ലെങ്കിൽ സബ് കളക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ പറയും സബ് കളക്ടറായി അല്ലെങ്കിൽ ആയി എന്നൊക്കെ പറയുമെങ്കിലും, പക്ഷെ ഇതെങ്ങനെയായി, എന്തൊക്കെ കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ടെന്ന് നമ്മളോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാഡം പറഞ്ഞു തന്നു. ആദ്യം മാഡത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. കൈയടിക്കാം. അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി പറയണേ, ഇവനാ അധ്യാപകനാ. സത്യമായിട്ട് എൻ്റെ അമ്മച്ചിയാണ് ഞാൻ അധ്യാപകനാണ്, ലുക്കില്ലെന്നുള്ളത് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന്റെ പുറകെ ഞാൻ പോയത് കൊണ്ടാണ് ആ ജോലി എനിക്ക് പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നത്. ആക്ച്വലി സിനിമ പോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് എ ഡിവൈൻ ജോബായിട്ട് ഇപ്പോഴും കാണുന്നു. ടീച്ചേഴ്സിനെ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ മാഡം പറഞ്ഞ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളിൽ നിന്ന് തട്ടിയും മുട്ടിയൊക്കെ മനസ്സിലായ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ വേർഷൻ പറയുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഇവിടെ ആനുവൽ റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളാണെന്ന്. അത് കണ്ടപ്പോൾ തന്നെ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ പഠിച്ച എന്ന് പറയുന്നത് വിൽഡ്യൂറന്റ് പറഞ്ഞൊരു വാക്കുണ്ട് എഡ്യൂക്കേഷനെ പറ്റി. നമ്മളുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവാണ് വിദ്യാഭ്യാസം. നമ്മളുടെ തെറ്റുകളുടെയും അറിവില്ലായ്മയുടെയും പടിപടിയായിട്ടുള്ള തിരിച്ചറിവാണ് വിദ്യാഭ്യാസം.
കുറെ ആളുകൾ ചേർന്ന് കരിക്കുലം ഉണ്ടാക്കി അത് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കൽ മാത്രമല്ല വിദ്യാഭ്യാസം. അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണ്ണീര് കാണുന്നതാണ് വിദ്യാഭ്യാസം, അവന്റെ വിശപ്പറിയുന്നതാണ് വിദ്യാഭ്യാസം, സ്നേഹമാണ് വിദ്യാഭ്യാസം, കരുണയാണ് വിദ്യാഭ്യാസം, മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നതാണ് വിദ്യാഭ്യാസം. ഇതാണ് വളരെ ചുരുങ്ങിയ ഇംഗ്ലീഷ് വേർഡിൽ മാഡം പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. എന്നോട് ഇവിടെ വന്നു കയറിയപ്പോൾ തന്നെ വന്ന വഴിക്ക് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ പറഞ്ഞു, ബിബിന് 10 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട്, കാരണം കുട്ടികളുടെ പ്രോഗ്രാമാണ്. ശരിയാണ് മാഡം പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് എന്ന് പറയുന്നത് ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാമാണ്. നമ്മൾ ഒരുപാട് വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസംഗത്തിനുപരിയായിട്ട് അറിയാവുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു പാട്ടാണ്. ലിഞ്ചു, അതായത് എന്റെ ഹിന്ദി ടീച്ചർ, ഇവിടുത്തെ ഹിന്ദി ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു, കഥ പറയുമ്പോഴുള്ള മമ്മൂട്ടിനെ പോലെ പുള്ളിക്കാരത്തിയാണ് കമ്മൽ മേടിച്ചെന്ന് എന്നെ അഭിനയിക്കാൻ വിട്ടോ എന്നൊക്കെ പറയണമെന്ന്. അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ പാട്ടിലൂടെ അവസാനിപ്പിക്കുന്നു. മാഡം 5 മിനിറ്റ് ആയിട്ടുള്ളൂ, കുഴപ്പമില്ലല്ലോ. കാരണം മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണം 2 മിനിറ്റ്, അതുകൊണ്ടാണ് ഞാൻ വേഗം പാട്ട് പാട്ടിലേക്ക് കറക്കണം. മൈക്ക് തരോ? ഹലോ, എടാ റെഡിയല്ലേ? ഇത് ഭയങ്കര സന്തോഷമായിട്ടാ. സാധാരണ ഇങ്ങനത്തെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാവാറില്ല. ലുലു മാളിലെ സിനിമക്ക് പോണ പോലെയാണ്, ഭയങ്കര ചാടയായിരിക്കും. ഒരു കുഴപ്പമില്ല, പൊടിക്കാൻ പോവാ. അപ്പോ സോങ്ങിന് മുമ്പ് വെടിക്കെട്ട് എന്ന് പറയുന്ന പടം ഞാനും വിഷ്ണുവും കൂടി സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പൊ ആ സിനിമയിൽ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്ത് അതിന്റെ പാട്ടുകൾ എഴുതി മ്യൂസിക് ചെയ്ത ആളെയും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഷിബു പുലർക്കാഴ്ചയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്. പറ്റുന്ന എല്ലാവരും കൈയടിക്കണം, പറ്റുന്ന എല്ലാവരും ഏറ്റു പാടണം. ഓക്കെ, റെഡി?
താങ്ക് യു എല്ലാവർക്കും വളരെ സന്തോഷം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. താങ്ക് യു വെരി മച്ച്.